ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെയർ ഫുഡ് ആൻഡ് ട്രാവൽ വ്ളോഗ്. നിങ്ങൾക്കൊപ്പം ഞാൻ ബിന്ദു. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു മഷ്റൂം മുട്ടത്തോരനാണ്. മഷ്റൂം മുട്ടത്തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മഷ്റൂം, ഒരു സവോള, 2 മുട്ട, കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കറിവേപ്പില, എണ്ണ. മഷ്റൂം മുട്ടത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ഒരു സവോള എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കുത്തിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കുത്തി നുറുക്കിയിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. വളരെ കുറച്ച് എണ്ണ മതി, ഇപ്പം ഇങ്ങനെ വേണമെന്ന് തോന്നുന്നില്ല. 1 സ്പൂൺ എണ്ണ. നമ്മൾ ഈ കടുക് പൊട്ടാനുള്ള എണ്ണ മാത്രം മതി. ഇതൊരു ഹെൽത്തി ഫുഡാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒരു അൺഹെൽത്തി ആക്കണം. നന്നായി കുറച്ച് എണ്ണ ചേർത്ത്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുക്. ഈ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് കൊത്തി പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സവാള നമുക്ക് ഇല്ലെങ്കിൽ സവാള ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയാൽ മതി. പച്ചമണം നമ്മുടെ സവോളയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പില ഇട്ടു. നമ്മളിതേ ഇതിലോട്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൊത്തി പൊടിച്ച് വെച്ച 2 പച്ചമുളക്. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. സവോള ഇട്ടുകൊണ്ടാണ് തീ കുറയ്ക്കുന്നത്. സവോള എല്ലാം വരച്ച് സവോള ഒരുപാട് വഴണ്ട് വരണ്ട, അത് ജസ്റ്റ് ഒന്ന് ആ പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കാണിച്ച ആ മഷ്റൂം ഞാൻ ചെറുതായിട്ടൊന്ന് കൊത്തിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ലതാണ്. ഇതിൽ ഗുണമുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും എടുത്ത് കളയുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ രീതിയിൽ തന്നെ, പക്ഷെ വൃത്തിയായിട്ട് കഴുകി എടുക്കണമെന്നല്ല. 5 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് അടിച്ച് കഴിയും. ഇനി നമുക്കിത് ഇതിലോട്ട് ചേർക്കാം. മഷ്റൂം ചിലപ്പോൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ച് കളർ മങ്ങിയായിരിക്കും. അതിലൊന്നും കാര്യമില്ല. എല്ലാവരെയും കണക്കിയാണ്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കറുപ്പുണ്ടായിരിക്കും. ആ കറുപ്പൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് അത് ചെറിയ തീ നമ്മൾ വേവിക്കും. മഷ്റൂം വേകുമ്പോഴത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒന്ന് ശരിക്കും വെള്ളം ഇറങ്ങും. അത് കുക്ക്ഡ് ആവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കും. ഒരു 5 മിനിറ്റ് ചെറിയ തീ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ മഷ്റൂം കുക്കായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിള്ളേരൊന്നും ചിലപ്പോൾ മഷ്റൂം കഴിക്കത്തില്ലായിരിക്കും. അപ്പോൾ പിള്ളേർക്കായിട്ട് ഇത് പ്രത്യേകമായിട്ടൊരു ചോറിൻ്റെ കൂടെ കൊടുക്കാവുന്നൊരു സാധനമാണ്. അവർ മഷ്റൂം കഴിക്കത്തില്ല. ഇത് നല്ല ഹെൽത്തിയാണ്. ഇതിന് നമ്മളിപ്പോൾ മുട്ട ചേർത്തെടുക്കുക. അവരറിയത്തില്ല ഇത് മുട്ടത്തോരനാണെന്നേ വിചാരിക്കത്തുള്ളൂ. പിള്ളേരെ പറ്റിക്കാം. ഇപ്പോൾ കുക്ക്ഡായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട ഇതിലോട്ട് പൊട്ടിച്ച് വെച്ചു. ഇത് ജസ്റ്റ് നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് കുക്കായ മഷ്റൂം സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് നമുക്കിതൊന്ന് കുക്കാക്കാം. ഒരു ശകലം ഉപ്പും കൂടെ ഈ മുട്ടയിലോട്ട് ചേർത്ത് മുട്ട കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുള്ള് യോജിപ്പിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് വേണം ഇനി അത് നന്നായിട്ട് രണ്ടും കൂടെ ആയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ തേങ്ങയൊന്നും നമ്മൾ ഇടുന്നില്ല. അത് നല്ല പോഷക ഗുണമുള്ള ഒരു തോരൻ വെച്ചിട്ട് ഇതിൽ ഇനി തേങ്ങയൊന്നും വാരിയിട്ട് ഇല്ലാതാക്കുന്നില്ല. ഇതിൽ നന്നായിട്ട് മുട്ട ചേർത്തിട്ടുണ്ട്, 2 എണ്ണം, ഒരു പാക്കറ്റ് മഷ്റൂം. അപ്പോൾ ഇതേ ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള മഷ്റൂം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, എനിക്കറിയാം.
ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഫ്രണ്ട്സൊക്കെ ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ജീരകം ഇല്ല, തോരനാകുമ്പോൾ ജീരകം ഇടും, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പിന്നെയും ചേർക്കുന്നുണ്ട്. ജീരകം ഇട്ടാൽ ഇതിൻ്റെ മണം വേറെയാണ്. അതുകൊണ്ട് ഇത് ജീരകമൊന്നുമില്ല. ഒരു സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കടുക്, പാകത്തിന് ഉപ്പും മഷ്റൂമും ചേർത്ത് വേവിച്ച് മുട്ടയും ചേർത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും. ഒരു 15 മിനിറ്റ്. പെട്ടെന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ല, വെറും ചോറും മീൻകറിയും മാത്രമാണ്, ഒരു തോരൻ വേണം എന്ന് തോന്നിയാൽ മഷ്റൂമൊക്കെ എന്തായാലും വീട്ടിൽ കാണും. പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ എപ്പോഴും കാണും മഷ്റൂം. പെട്ടെന്ന് എടുത്തൊരു തോരൻ ഉണ്ടാക്കാം. 10 മിനിറ്റ് മതി. അപ്പോൾ നമ്മുടെ മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. മഷ്റൂം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ചപ്പാത്തി അതിനുള്ളിൽ വെച്ചിട്ട് ഇത് ചുരുട്ടി പിള്ളേർക്ക് കൊടുത്തുവിടാം, ഓഫീസിൽ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരമുണ്ട്. ഇങ്ങനെ ഈ ഒരു മഷ്റൂം മുട്ടത്തോരൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മഷ്റൂം മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും.